عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله العظيم. പുറകിൽ നിൽക്കുന്ന ഉമ്മമാർ ഫ്രണ്ടിലോട്ട് വന്നിരുന്നാൽ ഇവിടെ കുറച്ച് ചെയറും കൂടി ബാക്കിയുണ്ട്. അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ, ടീച്ചേഴ്സ്, കുട്ടികളോടൊപ്പം ഇരിക്കുന്ന രക്ഷകർത്താക്കളെ ഈ സദസ്സിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടാൽ വളരെ ഉപകാരവും ഖൈറുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ഫയലും എടുക്കാം. ഒരു ഫയലാണ്. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, നമുക്ക് നഷ്ടപ്പെട്ടു പോയതും പലപ്പോഴും നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തുന്നതിനിടയിലും വൈവാഹിക ദാമ്പത്തിക ജീവിതങ്ങൾക്കിടയിലും സാമൂഹികമായി, രാഷ്ട്രീയപരമായി, പൊതുസമൂഹവുമായി, പൊതുജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നികത്താൻ കഴിയാത്ത ഖേദമെന്ന തരത്തിൽ, നികത്താൻ കഴിയാത്ത പ്രയാസമെന്ന തരത്തിൽ നമ്മുടെ നെഞ്ചിലൊതുക്കി നടക്കുന്ന കുറേ പ്രയാസത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങൾ ഈ സ്ഥാപനത്തെ സമീപിച്ചിട്ടുണ്ടാവുക എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ വേറെ സ്കൂളുകളൊന്നുമില്ലാത്തത് കൊണ്ട് ആംസിനെ നിങ്ങൾ അഥവാ അലിമിയാനെ നിങ്ങൾ തിരഞ്ഞെടുത്തു. പഠിക്കാൻ വേറെ സൗകര്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തർബിയയെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് ഒരിക്കലും കരുതുന്നില്ല. മറിച്ച് നമുക്ക് ലഭിക്കാതെ പോയ പ്രയാസങ്ങൾ, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നുവെങ്കിൽ, ഇങ്ങനെയുമൊക്കെ നേടിയിരുന്നുവെങ്കിൽ, എനിക്കിങ്ങനെയുമൊക്കെ ആകാമായിരുന്നല്ലോ. ഞാൻ ആ പഠന കാലഘട്ടത്തിൽ എന്തായാലും നമ്മൾ ആംസിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നത് വലിയ ഒരു ലക്ഷ്യവുമായിട്ടാണ്. പണ്ട് കാലങ്ങളിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മാതാവിനെയും ഓരോ പിതാവിനെയും തൻ്റെ മാതാപിതാക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അംഗനവാടിയിലേക്കോ അല്ലെങ്കിൽ നഴ്സറിയിലേക്കോ അക്ഷരമുറ്റങ്ങളിലേക്കോ കൊണ്ടുപോയിട്ടുണ്ട്. ആ 2.5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ ഏകദേശം 23 കൊല്ലം നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ രക്ഷകർത്താക്കളോട് ചോദിക്കുന്നു, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നുവോ? പഠിച്ചില്ല? കൈവക്കു. പഠിച്ചവർ? പുറകിൽ നിൽക്കുന്നവർ പഠിച്ചിട്ടില്ല. ഈ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നുവോ? പഠിച്ചിരുന്നു. ഏതു മുതൽ ഏതുവരെ? അതൊരു 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെ, 3 വയസ്സ് മുതൽ 20 വയസ്സ് വരെ, 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. നിങ്ങൾ, രണ്ടാമതൊരു ചോദ്യം, നിങ്ങൾ മദ്രസയിൽ പഠിച്ചിരുന്നുവോ? പഠിച്ചിരുന്നോ? വൈകുക്കു നിക്കൈതാക്കുക. നമ്മൾ സ്കൂളിലും പഠിച്ചു, നമ്മൾ മദ്രസയിലും പഠിച്ചു. പക്ഷേ നമ്മളുടെ മദ്രസ പഠനം കൊണ്ട് നമുക്ക് ഗുണമില്ല, നമ്മുടെ വീട്ടിൽ ഗുണമില്ല, നമ്മുടെ മക്കൾക്ക് അലിഫ് ബ പറഞ്ഞു കൊടുക്കാൻ ഗുണമില്ല, നമ്മളുടെ മക്കളുടെ നമസ്കാരമോ അവരുടെ ഔറത്ത് മറയ്ക്കലുകളോ ഒന്നിനും നമ്മളുടെ മദ്രസ പഠനങ്ങൾ കൊണ്ട് ഗുണമില്ല എങ്കിൽ ഗുണമുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. എൻ്റെ ഇൽമു കൊണ്ട് തജ്വീദോടുകൂടി എൻ്റെ മകന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും എന്ന് പറയാൻ കഴിയുന്നവർ പറയൂ. എൻ്റെ ഇൽമു കൊണ്ട്, മദ്രസ പഠനം കൊണ്ട് എൻ്റെ മകന് നമസ്കാരം തുടങ്ങുന്നത് മുതൽ, ഒദു മുതൽ, കുളി മുതൽ, സുജൂദ് മുതൽ, റുക്കൂ മുതൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ എൻ്റെ മദ്രസ വിദ്യാഭ്യാസം പര്യാപ്തമായിരുന്നു എന്ന് പറയാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കൂ. ഞാൻ പറയുന്നു, ഇതിൽ 99.4% ആളുകൾക്കും സ്വന്തമായിട്ട് ആ ഇൽമു ഗുണം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ജനിച്ചു വീണ ഈ മകനോ മകൾക്കോ
പറഞ്ഞു കൊടുക്കാനും നമ്മൾ പര്യാപ്തരായിട്ടില്ല. മാത്രല്ല, നമുക്ക് പര്യാപ്തമായിട്ട് വേണ്ടേ സമൂഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കാൻ, ജനതയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ? നമുക്ക് ആ വിജ്ഞാനം ഗുണം ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ അന്ന് നമ്മുടെ മാതാപിതാക്കൾ വന്നതുപോലെ ഇന്ന് നമ്മൾ മറ്റൊരു സ്ഥാപനത്തെ സമീപിച്ചിരിക്കുകയാണ്. 2, ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നേടി. ആ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നമുക്കെന്തെങ്കിലും ജോലി സാധ്യതയിലേക്ക് എത്താൻ കഴിഞ്ഞുവോ? നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞുവോ? അതല്ല, നമ്മൾ ഒരടുക്കള ജോലികളിൽ മാത്രം, അല്ലെങ്കിൽ ഒരു തിരിവുമില്ലാത്ത, ഒരു വകതിരിവുമില്ലാത്ത കച്ചവട മേഖലകളിൽ മാത്രം അടിഞ്ഞുകൂടി കിടക്കുന്ന തരത്തിൽ മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് എങ്കിൽ നമ്മളുടെ KG മുതൽ PG വരെ പഠിക്കാൻ കഴിയുന്ന 23 വർഷക്കാലത്തിന്റെ പഠനം നമുക്ക് എന്ത് ഗുണമാണ്, എന്ത് പ്രയോജനമാണ് ചെയ്തത്? നിങ്ങളെ ക്ഷണിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഈ അപകടത്തിൽ, നമ്മൾപ്പെട്ട അപകടത്തിൽ, നമുക്ക് പറ്റിയ അബദ്ധത്തിൽ, നമുക്ക് പറ്റിയ പ്രശ്നങ്ങളിൽ ഒരിക്കലും എൻ്റെ ഉദരത്തിൽ ജനിച്ചു വീണ, എൻ്റെ മടിത്തട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ മുമ്പിൽ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരിക്കൽ പോലും ആ അപകടത്തിൽ, ആ ചുഴിയിൽ, ആ പ്രതിസന്ധിയിൽ വീണു പോകരുത്. അഥവാ ഇന്ന് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഒരു 10-25 കൊല്ലത്തിന് ശേഷം, 30 കൊല്ലത്തിന് ശേഷം ഈ ഇരിക്കുന്ന മടിത്തട്ടിലിരിക്കുന്ന ഈ കുഞ്ഞുമക്കൾ അവരുടെ മക്കളുമായിട്ട് ഇതേപോലെ ഒരു വേദിയിൽ വന്നിരിക്കുമ്പോ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോ, ആ ചോദ്യത്തിന് ആ മകൾക്ക് പറയാൻ കഴിയണം, എന്റെ വിജ്ഞാനം കൊണ്ട്, എന്റെ പഠനം കൊണ്ട്, എന്റെ കലാലയം കൊണ്ട്, എന്റെ പഠനശാല കൊണ്ട് ഞാൻ ലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് തന്റെ മകനും തന്റെ മകൾക്കും പറയാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒത്തുകൂടിയിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 തരത്തിലുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഒന്ന്, അലിമിയാൻ എന്താണ് എന്ന് മുമ്പേ മനസ്സിലായവർ, തർബിയ എന്താണ് എന്ന് മുമ്പേ തിരിച്ചറിഞ്ഞവർ, ഇതിനോടൊപ്പം കൂടി യാത്ര ചെയ്ത ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകൾ ഈ കൊല്ലം നിങ്ങളുടെ മുമ്പിൽ പല തവണകളിൽ പർദ്ദയും ധരിച്ച് പൊട്ടുമിട്ട് ചില അധ്യാപകർ വീട് വീടാന്തരം കയറിയിറങ്ങി ഞങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങളുടെ മകളെ വിടൂ എന്ന് ചോദിച്ചു. പലരും കരുതി ഈ വിളി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. വല്ലാഹി, സത്യമായിട്ടും ഈ വിദ്യാഭ്യാസ കലാലയം കച്ചവട സ്ഥാപനമല്ല. ഈ സ്ഥാപനം കച്ചവടത്തിന് വേണ്ടിയിട്ടോ നിങ്ങളിൽ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടോ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമേ അല്ല. ഇന്ന് രാവിലെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ അവിടെ നിന്ന് കല്ല് പറക്കി ഇവിടെ കൊണ്ടുവന്ന് കല്ലെടുക്കുന്നത് കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്കിത് ഈ സ്കൂൾ കാണുന്നില്ലേ? നിങ്ങൾ ഈ സ്ഥാപനം നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ഇന്ന സ്കൂളുകൾ അറിയുന്നില്ലേ? ആ സ്കൂളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും കല്ല് പറക്കിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഇപ്പോഴും മണൽ വാരിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഇപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ഈ സദസ്സ് തയ്യാറാക്കാൻ പ്രിൻസിപ്പൽ തയ്യാറായിരിക്കുകയാണോ? നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ 25 കൊല്ലം മുമ്പ് പരതി നോക്കൂ. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ 25 കൊല്ലം മുമ്പ് നിങ്ങൾ ത്യജിച്ച ത്യാഗങ്ങൾ നിങ്ങൾ ഓർത്താൽ മനസ്സിലാകും ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്. ഞാൻ പ്രിൻസിപ്പൽ യാസർ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ്, നമുക്കങ്ങനെ ആയി പോകേണ്ടി വരുന്നത് ഇത് കച്ചവട സ്ഥാപനം അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു ദൗത്യമുണ്ട്, ഇവിടെ ഒരു ലക്ഷ്യമുണ്ട്, ഇവിടെ ഒരു തിരിച്ചറിവുണ്ട്. അതൊരടുത്ത തലമുറയെ, അതൊരാളാണെങ്കിലും 2 ആളാണെങ്കിലും 10 ആളാണെങ്കിലും അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ സ്വരവും ശബ്ദവും രീതിയുമാണ്. അള്ളാഹു നമ്മളെ കാര്യം മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ടീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വന്നു, നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ ചില ആളുകൾക്ക് മനസ്സിലായി, ചില ആളുകൾക്ക് മനസ്സിലായില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലം മക്ക മുക്കറമയിൽ, മദീനയുടെ പരിസരങ്ങളിൽ ഓരോ വീടുകളിലും വന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സഹോദരി നന്മയിലേക്ക് വരണമോ? ഇഖ്റ, വായിച്ചു പഠിക്കൂ. ഇഖ്റ. ആദ്യം പറഞ്ഞ വാക്യം നബി തങ്ങൾക്ക് പഠിപ്പിച്ചത് എന്തല്ല? നിസ്കരിക്കൂ, നോമ്പ് പിടിക്കൂ, സകാത്ത് കൊടുക്കൂ, ഹജ്ജ് ചെയ്യൂ എന്നല്ല. മറിച്ച് ആദ്യം അവതരിപ്പിച്ച ആയത്ത് ഇഖ്റ, വായിച്ചു പഠിക്കൂ. ഇഖ്റ, വായിച്ചു പഠിക്കൂ. എങ്ങനെ വായിക്കണം? 2 പഠനം. ഒന്ന് പടച്ചവനെ ഓർക്കാത്ത പഠനം, 2 പടച്ചവനെ ഓർത്തുകൊണ്ടുള്ള പഠനം. അതിലേത് പഠനം? നബി തങ്ങളോട് പറഞ്ഞു, ബിസ്മി റബ്ബി കല്ലദീ ഖലഖ്, പടച്ചവന്റെ നാമത്തിലാകട്ടെ ആ പഠനം.
ദൈവത്തിന്റെ നാമത്തിലാകട്ടെ, സർവേശ്വരന്റെ നാമത്തിലാകട്ടെ, സർവലോക സംരക്ഷകന്റെ നാമത്തിലാകട്ടെ, അലിമിയാൻ നിങ്ങളെ ക്ഷണിച്ചത് സർവലോക സംരക്ഷകനായ, സർവ്വതിനെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവന്റെ നാമത്തിൽ നമ്മുടെ മക്കൾ ജനിച്ചു വീഴണം, ആ വഴിയിൽ വളരണം, ആ വഴിയിൽ പഠിച്ചു തുടങ്ങണം. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത്. കുറച്ചാളുകൾക്ക് മനസ്സിലായി, കൂടുതൽ ആളുകൾക്ക് മനസ്സിലായില്ല. കുറച്ചാളുകൾക്ക് പലതും മനസ്സിലായി, ചില ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഇത് മനസ്സിലായ ആളുകളെ പറഞ്ഞു അവർ മണ്ടന്മാരാണ് എന്ന്. ഇത് മനസ്സിലായ ആളുകളെ കുറിച്ച് പറഞ്ഞു ഇവർ പൊട്ടന്മാരാണെന്ന്. ഇന്ന് പറഞ്ഞതല്ല കേട്ടോ, ഏകദേശം 13 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നിങ്ങൾ പൊട്ടന്മാരാണെന്ന്. നമ്മൾ അന്ന് പറഞ്ഞു നമ്മൾ പൊട്ടന്മാർ തന്നെയാണ്. പക്ഷെ ഇന്ന് എന്തെത്തി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കുട്ടിയെ KG-യിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അന്ന് 13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിലെ കുഞ്ഞിനോട് പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഹാഫിളായ ആലിമായ ഒരു സൈക്കോളജിസ്റ്റായി മാറും, നിങ്ങളുടെ മകൻ ഹാഫിളായ ആലിമായ ഒരു എഞ്ചിനീയറായി മാറും. 13 കൊല്ലങ്ങൾക്ക് മുമ്പ് പറയുമ്പോൾ അതൊരു സ്വപ്നമായിരുന്നു. ഇന്നത് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. തർബിയയുടെ കീഴിൽ പഠിക്കുന്ന മക്കൾ ഹാഫിളാണ്, ആലിമാണ്, ഇപ്പോൾ ഡിഗ്രി സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാഫിളാണ്, ആലിമാണ്, അവർ പൊളിറ്റിക്സ് IAS പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാഫിളാണ്, ആലിമാണ്, BA അറബിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാഫിളാണ്, ആലിമാണ്, അവർ BA ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഈ യാഥാർത്ഥ്യം നമുക്ക് പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ അഡ്മിഷൻ എടുത്തു, നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാപനത്തിന്റെ മണ്ണിലേക്ക് നിങ്ങൾ കടന്നു വന്നു. എല്ലാ നിലയിലുള്ള സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ വാചകങ്ങൾ കൊണ്ട് നിങ്ങളെ 100% സ്വാഗതം ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ തന്നു. ആഗ്രഹിച്ചു വന്നതിന്റെ പേരിൽ മാത്രം. പൈസ പ്രതീക്ഷിച്ചു വന്നവർ പൈസ കണ്ടിട്ടല്ല എടുത്തത്, കഴിവ് കണ്ടിട്ടുമല്ല എടുത്തത്. പല സ്ഥാപനങ്ങളുണ്ട്, പൈസ കണ്ടിട്ടെടുക്കുന്ന സ്ഥാപനമുണ്ട്, കഴിവ് കണ്ടിട്ടെടുക്കുന്ന സ്ഥാപനവുമുണ്ട്. നമ്മളുടെ സ്ഥാപനം കഴിവില്ലാത്തവരെയാണ് കൂടുതൽ പരിഗണിക്കുക. പഠിക്കാൻ അറിയുന്നവരെ പഠിപ്പിക്കുക വലിയ പ്രശ്നമല്ല. പഠിക്കാൻ അറിയുന്നവരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ട. പഠിക്കാൻ കഴിവില്ലാത്തവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപകരുടെ ആവശ്യം. വഴിതെറ്റി നടക്കുന്നവരെ വഴി നടത്താൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ വേണ്ടത്. പ്രവാചകൻ വന്നത് ഞാനൊരു മുഅല്ലിമായിട്ട്, ഒരു അധ്യാപകനായിട്ട് ഞാൻ ഇവിടെ ജനിച്ചു വീണു. എന്തിന്? വഴിപിഴച്ചവരെ, അറിവില്ലാത്തവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വന്നു, അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു സ്ക്രീൻ ടെസ്റ്റ് നടന്നു. നിങ്ങളുടെ മക്കളെ പിന്നീട് നടത്തിയ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം? സ്ക്രീൻ ടെസ്റ്റ് നടത്തിയത് യഥാർത്ഥത്തിൽ ഇവിടുന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടല്ല, ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവിടെ നിലനിർത്തി ആ നിലനിൽപ്പിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് നിങ്ങളെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മുഴുവൻ കഴിവുകളെയും ഒരു സ്കാൻ ചെയ്ത് അതിൻ്റെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ, അവൻ്റെ അറബിക്, അവൻ്റെ ഇംഗ്ലീഷ്, അവൻ്റെ മലയാളം, അവൻ്റെ ബുദ്ധി, ഓർമ്മശക്തി, കഴിവുകൾ മുഴുവനും എടുത്തതിന് ശേഷം ഈ 2 ചട്ടക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ 2 ചട്ടക്കുള്ളിൽ, 1 തർബിയ ഇസ്ലാമിയ, 2 അലിമിയൻ പബ്ലിക് സ്കൂൾ, 1 അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, 2 ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ഒരു ദിശ. ഈ ചട്ടക്കുള്ളിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടു, ഇന്ന് മുതൽ ഈ ചട്ടയിൽ നിന്ന്, ഈ പേപ്പറുകൾക്കുള്ളിൽ നിന്ന് ചുമരികളുടെ ഉള്ളിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ആ ചുമരി എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ഗർഭാശയമാണ്. നമ്മുടെ മക്കളുടെ, ഉറക്കെ പറയും, എന്താണ്? ഗർഭാശയമാണ്. അഥവാ ഒരു കുട്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു മാതാവാണ് യഥാർത്ഥത്തിൽ ആംസ് എന്ന് പറയുന്നത്, അലിമിയാൻ എന്ന് പറയുന്നത്. ഇതൊരു സ്കൂളല്ല, അങ്ങനെ നമ്മൾ കാണണ്ട. നിങ്ങളുടെ ഓരോ ക്ലാസ്സിലും നിശ്ചയിക്കപ്പെട്ട ടീച്ചർമാർ വെറും ഒരു ടീച്ചർ അല്ല, മറിച്ച് അതൊരു മാതാവാണ്, അതൊരു ഉമ്മയാണ്. അത് ഒരു ഉമ്മയായിട്ട് മാറുകയാണ്. സ്ഥാപനം ഒരു മാതാവായിട്ട് മാറുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ 23 വയസ്സുവരെയും ഈ സ്ഥാപനം അതിൻ്റെ ഗർഭാശയത്തിലിടാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു രക്ഷകർത്താവ് ക്ഷമയോടെ, സഹനതയോടെ, ത്യാഗങ്ങളോടുകൂടി ഇതിനുള്ളിൽ, ഈ ഗർഭാശയത്തിനുള്ളിൽ കഴിഞ്ഞു കൂടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മകനെ ഒരു ഹാഫിളായ, ആലിമായ, ഡോക്ടറായും ഹാഫിളായ, ആലിമായ, ഒരു എഞ്ചിനീയറായും ആക്കുന്നതായി ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ഉറപ്പ് നൽകുകയാണ്. ഇത് പറയുന്ന ചിട്ടവട്ടങ്ങളോടുകൂടി പോയാൽ നമുക്കറിയാം, നമ്മളുടെ ഒക്കെ ഉദരങ്ങളിൽ നിന്നും ജന്മം നൽകിയ മക്കളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ബാഹ്യമായി നോക്കിയാൽ ഈ വയറ്, ഉദരം എന്ന് പറയുന്നത് നമ്മളുടെ കാഷ്ടങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ്. ബാഹ്യമായി നോക്കിയാൽ അതിന് വലിയ മഹത്വമൊന്നും കാണാനില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല സ്കൂളുകളിലും
പല കോളേജുകളിലും പല ഇന്റർനാഷണൽ ലെവലുകളിലും ഒക്കെ പോകുമ്പോൾ ആ സ്കൂളിന്റെ മുമ്പത്ത് നിൽക്കുമ്പോഴും തർബിയയുടെയും അലിമിയന്റെയും മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥാപനം കാണാൻ വലിയ ഭംഗി ഉണ്ടാവുകയില്ല, കാണാൻ വലിയ രസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് രസമില്ലാത്തത് കൊണ്ട് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ രസമില്ലാത്തതോടുകൂടി തന്നെ ഈ ഗർഭാശയത്തിലെ ഉള്ളിൽ പ്രവേശിക്കാൻ നിങ്ങൾ തയ്യാറായി എന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലുതും ആദ്യത്തതുമായ നന്മ. ആ ഗർഭാശയം വളരെ മോശമാണ്, പക്ഷേ ആ ഗർഭാശയത്തിനുള്ളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. വിവാഹം കഴിച്ചു, ചില്ലറ ദിവസങ്ങൾ ജീവിച്ചു. പടച്ചവന്റെ തീരുമാനം, അള്ളാഹു നമ്മളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞ് അവിടെ നിന്നാണ് അത്ഭുതകരമായി കണ്ടുണ്ടായത്, അവിടെ വെച്ചിട്ടാണ് അത്ഭുതകരമായി ചെവിയുണ്ടായത്, അവിടെ വെച്ചിട്ടാണ് അത്ഭുതകരമായി നാവും കൈയും കാലും എല്ലാം ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ ചട്ടയ്ക്കുള്ളിൽ, അലിമിയാന്റെയും തർബിയയുടെയും ഉള്ളിൽ ഈ മക്കൾ വളരണം, 23 കൊല്ലം വളരണം. ഈ കണ്ണ് എന്ത് കാണണം എന്ന് പഠിപ്പിക്കാൻ, ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാവ് എന്ത് സംസാരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഹസനിയ എന്ന എന്റെ മാതാവാകുന്ന ആ ഗർഭാശയത്തിനുള്ളിൽ ഏകദേശം 15 കൊല്ലം അതിന്റെ പിന്നിൽ അണിനിരന്നപ്പോഴാണ്. അവിടെ ക്ഷമയോടുകൂടി സഹനതയോടുകൂടി നിലയുറപ്പിച്ചപ്പോൾ ഈ നാവ് കൊണ്ട് എന്ത് പറയണമെന്ന്, ഈ ചിന്ത കൊണ്ട് എന്ത് ചിന്തിക്കണമെന്ന്, ഈ കൈ കൊണ്ട് എന്ത് പിടിക്കണമെന്ന്, ഈ കാലുകൊണ്ട് എവിടെ നടക്കണമെന്ന്, എന്റെ ആയുസ് എന്തിന് ചെലവഴിക്കണമെന്ന ബോധം കിട്ടി. ഞങ്ങൾക്കൊക്കെ ആ ബോധം കിട്ടി. ഈ ബോധത്തിലേക്ക് നമ്മുടെ മക്കൾ വളരണം. 23 കൊല്ലം. അതിനിടയിൽ ഇടക്കിടക്ക് ടെസ്റ്റുകൾ നടക്കും. 9 മാസവും ചില്ലറ ദിവസവും ആകുന്നതിനിടയിൽ ഇടക്കിടക്ക് സ്കാനിങ്ങുകൾ നടക്കും. ആ നടക്കുന്നതിനിടെ ഡോക്ടർ ചില നിർദ്ദേശങ്ങൾ തരും. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഉമ്മയുടെ കുഞ്ഞ് വളരെ പരിപൂർണമായിട്ട് ജനിച്ചു വീഴും. ഏതെങ്കിലും ഒരു കുട്ടി 3-ാം മാസത്തിൽ പ്രസവിച്ചാൽ, 5-ാം മാസത്തിൽ പ്രസവിച്ചാൽ, 8-ാം മാസത്തിൽ പ്രസവിച്ചാൽ, മാസം തികയാതെ പ്രസവിക്കുന്നത് കൊണ്ട് തന്നെ വൈകല്യങ്ങൾ കൂടുതൽ ഉണ്ടാകാം, വൈകല്യങ്ങൾ അധികമുണ്ടാകാം. അതേപോലെ തന്നെ തർബിയ പറയുന്നു, തർബിയയുടെ ഉള്ളിൽ നിന്നുകൊണ്ടും അലിമിയന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും പഠിച്ച് ആ പഠനം പൂർത്തീകരിക്കുന്നത് വരെയും കഴിവില്ലെങ്കിലും, യോഗ്യതയില്ലെങ്കിലും, കാഴ്ചയില്ലെങ്കിലും, ബുദ്ധിയില്ലെങ്കിലും, വിവേകമില്ലെങ്കിലും ഇതിനുള്ളിൽ നിന്നാൽ 23-ാമത്തെ വയസ്സിൽ എന്തെങ്കിലും ആയിട്ടേ ഇവിടുന്ന് പുറത്തു പോകൂ. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, തർബിയ ഈ ചട്ടക്കുള്ളിൽ ഇന്നു മുതൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ സൂചിപ്പിക്കും. ഒന്ന്, തർബിയ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ തർബിയയുടെ പ്രിൻസിപ്പൽ, അറബി കോളേജിന്റെ പ്രിൻസിപ്പളാണ് ബഹുമാനപ്പെട്ട സലീം ഉസ്താദ്. സലീം ഉസ്താദിനെ നിങ്ങൾക്ക് അപരിചിതമാകാൻ സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയിൽ ഒരു അബ്ദുൾ റസാഖ് ഉസ്താദ് ഈ ലോകത്തോട് സ്വർഗം കണ്ട് മരിച്ച ഒരു മഹാപുരുഷനെ നിങ്ങൾക്കറിയുമായിരിക്കും.